ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഇയാൾ എന്റെ കൂടെ ഇന്ന് ഷോയിൽ വന്നത് കേട്ടോ. കാരണം അത്രയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അഭിമാനപൂർവ്വം നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു ആക്ട്രസ് ആണ് കനി കുസൃതിയാണ്. കനി, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. അപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകള് സംസാരിക്കുന്നുണ്ടാകുക തീർച്ചയായിട്ടും കാൻ ഫിലിം ഫെസ്റ്റിവലിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോ അതിന് മുന്നേ തന്നെ അവാർഡ് കിട്ടിയ സിനിമകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ വൈകി എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അത് അത്രേ ഉള്ളൂ. അല്ലാതെ Okay. അങ്ങനെ എല്ലാം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് അങ്ങനെയില്ല. അതേപോലെ കനിയൻ ഒരു ഇന്റർവ്യൂല് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ ഇത് നമ്മുടെ സിനിമ അങ്ങനെ ക്യാൻസൽ പോവാണെന്ന് പറഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞ് കേട്ടോണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഇമോഷൻസ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണോ? അല്ലല്ല, ഒട്ടല്ല ഇമോഷൻ അല്ല. എനിക്ക് ഇതിന് പ്രത്യേകിച്ച് വികാരം ഇല്ല. എനിക്ക് അങ്ങനെ ഇങ്ങനെ അവാർഡ് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ എവിടെയോ പോകുന്നു അങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് വികാരമില്ല. Yeah. എനിക്ക് വേറെ കാര്യത്തിലൊക്കെയാണ് സന്തോഷം വരിക. ഇങ്ങനത്തെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സന്തോഷമുള്ള ആളല്ല എന്നാണ് ഉദ്ദേശം. അതിന്റെ അർത്ഥം അതിന് വിലയില്ലെന്നോ അതൊരു കാര്യമല്ല എന്ന് ഞാൻ അങ്ങനെ കൊച്ചുരുക്കി പറയുന്നതല്ല. ഇപ്പൊ മനസ്സിലായി. നമുക്ക് ചില കാര്യത്തിൽ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയല്ലേ. ചിലർക്ക് രാവിലെ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് വൈകുന്നേരം ഇഷ്ടമുള്ളവരുണ്ടാവും എന്ന് പറഞ്ഞ പോലെ. എന്തെങ്കിലും അംഗീകാരം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കുന്ന പറയുന്ന കാര്യത്തിൽ നല്ല എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷം കിട്ടണത്. Okay. സോ അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു മോശം കാര്യം എന്ന് പറയല്ലേ. അല്ലല്ല, വാട്ട് മേക്സ് യു ഹാപ്പി? നല്ല വർക്ക് കിട്ടുമ്പോൾ സന്തോഷം വരും. അത് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കിട്ടിയാൽ സന്തോഷം വരാം. വർക്കുമായിട്ട് റിലേറ്റഡ് പറയാനാണെങ്കിൽ പറയാണ്. ഇപ്പൊ വർക്ക് റിലേറ്റഡ് ആണല്ലോ നമ്മളിപ്പോ കാനിൽ പോണതാണെങ്കിലും അവിടെ കിട്ടുന്ന അതാണല്ലോ. അപ്പൊ അങ്ങനെ വർക്ക് റിലേറ്റഡ് എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷം, എനിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇത് നല്ല രസമുള്ള കഥാപാത്രമാണ് തോന്നുന്ന കഥാപാത്രം, അല്ലെങ്കിൽ നല്ലൊരു കഥയുടെ ഭാഗമാകാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല ഡയറക്ടേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിനേക്കാളും സന്തോഷം എനിക്ക് അവിടെ നിന്നാണ് ഉണ്ടാവുക. നല്ല ടീമാണെങ്കിലും ഇപ്പൊ പായലിന്റെ സിനിമയുടെ ടീമും എല്ലാവരും ഭയങ്കര രസമായിരുന്നു. എനിക്ക് അവിടെ പോകുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ ഇരട്ടി സന്തോഷം ആ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പക്ഷെ ഇവിടെ പായലിന് അവാർഡ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നിട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിന് എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ ഇപ്പൊ എല്ലാരും അങ്ങനെ എന്നെ ശ്രദ്ധിക്കണം അങ്ങനെ എനിക്കില്ല. അതേ ഉദ്ദേശിച്ചത്. ഈ കാര്യത്തിലില്ല. കോമഡി ചെയ്യുമ്പോൾ സന്തോഷം, കോമഡിയുടെ കഥാപാത്രം കിട്ടിയ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും അംഗീകാരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ളത് ഈ ഓക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഹിന്ദി ഉണ്ടായിരുന്നു. അതിന് എനിക്ക് ഫിലിം ഫെയർ അവാർഡ്, ഈ കോമഡി ബെസ്റ്റ് കോമഡി ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് ഒന്നാമത് കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്, രണ്ടാമത് ഞാൻ ചെയ്ത ആ ക്യാരക്ടറും എനിക്ക് കുറച്ച് ക്വർക്കി വിംസിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതിന് കിട്ടിയപ്പോ എനിക്ക് അത് കിട്ടുന്നതിനൊരു ഓക്കെ ഐ എം ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദിസ് അതെനിക്ക് തോന്നി. അല്ലെങ്കിൽ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു അങ്ങനെ അത് രണ്ടും വ്യത്യാസം എനിക്ക് തോന്നി. അപ്പോഴേക്കും മനസ്സിലാവും ഇതായിരിക്കും അല്ലാത്ത ആളുകൾക്ക് കിട്ടണം. അതെ. ഇപ്പൊ നമ്മൾ പൊതുവെ കനി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഭയങ്കര ഡീപ്പ് ലെയർഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വളരെ ചിന്തിച്ചൊക്കെ ചെയ്യേണ്ട അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ചിന്തിക്കാറില്ലേ ആളുകൾ? അല്ല, പറയട്ടെ. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര കോമഡി അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന കൊമേഴ്ഷ്യൽ ടൈപ്പ് അങ്ങനെ ഒരു കാറ്റഗറി ഞാൻ പറയില്ല. ഞാൻ അതുപോലെ കോമഡി എന്ന് പറഞ്ഞാൽ അത് ചിന്തിപ്പിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പം ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാറ്റഗറി കറക്റ്റ് എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ കോമഡിയാണ് നമ്മളെ ഏറ്റവും ചിന്തിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോമഡി ആയിട്ടുള്ള കഥാപാത്രങ്ങളും നമ്മളെ ഭയങ്കര രസമായിട്ട് ചിന്തിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ. അവർക്കും ചിന്തയുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണർ എനിക്ക് കോമഡിയാണ്. ചലഞ്ചിങ് ആണെന്ന് തോന്നുന്നതും കോമഡി ചെയ്യാനാണ്. കാരണം കോമഡി ചെയ്യുമ്പോൾ നമുക്കത് വർക്കായോ ഇല്ലെന്ന് അപ്പൊ തന്നെ അറിയാൻ പറ്റും. ഒരാൾക്കും ഫേക്ക് ചെയ്തിട്ട് ചിരിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ അല്ലാത്ത സാധനമൊക്കെ ചെയ്യുമ്പോൾ കുറെ പേർക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ കുറെ പേർക്ക് ഇഷ്ടപ്പെടില്ല. ഇനി 100 പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ കാണും പക്ഷെ അത് എനിക്ക് വർക്കായി എന്നൊക്കെ പറയും. പക്ഷെ കോമഡി എനിക്ക് തോന്നുന്നു ഒന്നുകിൽ വർക്കാവും ഇല്ലെങ്കിൽ വർക്കാവില്ല. അത് അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു ആക്ടറിന് ഏറ്റവും ചലഞ്ചിങ് കോമഡി ചെയ്യാനാണ് എനിക്ക് തോന്നും. അതുപോലെ എഴുതാനാണെങ്കിലും ഡയറക്ട് ചെയ്യാനാണെങ്കിലും ഒക്കെയും നിങ്ങൾക്ക് ഒട്ടും കള്ളത്തരം
കാണിച്ച് അതിൽ വിജയിപ്പിക്കാൻ പറ്റില്ല. അത് ഇറ്റ് ഹാസ് ടു വർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ രീതിയിലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കോമഡി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു. എന്റെ മാത്രം നല്ലത്. ഓക്കെ. അപ്പൊ ഈ ഡ്രാമ എന്ന് പറയുന്ന അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഏരിയ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണെന്ന് എനിക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ഈ തിയേറ്ററിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ അതോ? അല്ലല്ല, എനിക്ക് അഭിനയിക്കാൻ പോലും ഇഷ്ടമില്ലാതാ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജസ്റ്റ് ഇതുപോലെ പെൺകുട്ടികളെ കിട്ടി. എനിക്കൊന്നും നാടകമൊന്നും കളിക്കാൻ പെൺകുട്ടികളെ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊന്നും വിടുന്ന ഇപ്പോഴും പിന്നെയും വിടുമായിരിക്കും തോന്നുന്നു. പണ്ടൊന്നും ഒട്ടും വിടില്ല. എന്ത് നാടകം എന്ന് വെച്ചാൽ എന്തുവാ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോ അന്ന് ഇതുപോലെ എന്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോട് ഒരു നാടക സംഘത്തിലെ രഘുതം എന്ന് പറഞ്ഞിട്ട് അഭിനയില്ല അദ്ദേഹവും അവരുടെ ടീമൊക്കെ ചോദിച്ചു. അന്ന് ഞാൻ 10ൽ പഠിക്കുന്നോളൂ, വിടുവോ എന്ന് ചോദിച്ചപ്പോ അവരിങ്ങനെ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരട്ടെ. അപ്പൊ എന്നോട് ചോദിച്ചപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് എനിക്ക് പോകണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, നീ പോയി നോക്കിയിട്ട് ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട, ഒരു തവണ പോയി നോക്കിയാൽ എന്താണെന്നറിയോ, ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പം അപ്പോഴും എനിക്ക് ആദ്യത്തെ നാടകം പക്ഷെ കോമഡി ആയിരുന്നു. അതിൽ കുറെ ഡാൻസും ഭയങ്കര ചളവും വളിപ്പും എല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് പിന്നെ എന്റെ കൂടെ പെർഫോം ചെയ്യുന്ന ശരിക്കും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ അതിഗംഭീര ആക്ടേഴ്സ് ആയിരുന്നു. ബൈജു എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അല്ലെങ്കിൽ ദിലീപ്, മുൻഷി എന്ന് പറഞ്ഞ അതിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവരൊക്കെ പണ്ടത്തെ. അപ്പൊ അവരൊക്കെ അതിഗംഭീര പെർഫോമേഴ്സ് ആണ്. വിധു ചേച്ചി, വിധു വിൻസെന്റ്, വിധു ചേച്ചിയാണ് ഒരു അഭിനയിച്ചിരുന്ന ഒരു കഥാപാത്രം. അങ്ങനെ ഒരുപാട് എല്ലാവരും ഭയങ്കര രസമായിരുന്നു പെർഫോം ചെയ്യുന്ന കാണാൻ. അപ്പൊ എനിക്ക് ആ നാടകം ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ അഭിനയിക്കാനല്ല, ഒന്നാമത് കോമഡിയാണ്, എല്ലാരും കൂടെ ചെയ്യുന്നു. ആ ഒരു രസം കൊണ്ട് ഞാൻ വെച്ചു ഇത് ഇടയ്ക്ക് ചെയ്യാന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് പതുക്കെ ഇഷ്ടമാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ നാടകത്തിനോടോ സിനിമയോടോ അഭിനയിക്കാനോ ഒന്നും കുട്ടികാലത്തൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കോ ആലോചിച്ചിട്ടോ ഒന്നുമില്ല. അങ്ങനേ ഇല്ല. ഞാൻ വേറെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെട്ട പോയ ആളാണ്. അതേപോലെ കനി പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് കനി എന്നുള്ളത്. അപ്പൊ ഈ പ്ലാനിങ് ഇല്ല എന്ന് പറയുമ്പോ തന്നെ അതിന്റെ കൂടെ വരുന്ന ഈ അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, നാളെ അടുത്ത വർഷം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ അതൊരു പ്രഷറാണോ അതോ ഒരു പ്ലഷറാണോ? ഇല്ല, ഓക്കെ, പ്ലാനിങ് ഇല്ലെന്ന് പറയുമ്പോഴും ഉറപ്പായിട്ട് എനിക്ക് അങ്ങനത്തെ ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റി ഒക്കെ ടെൻഷൻ ഉള്ള ആൾ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇനി അത് കഴിഞ്ഞ് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ആലോചിക്കും. പക്ഷെ എന്ന് പറയുമ്പോഴും ഒരു 5 മിനിറ്റ് ആലോചിക്കും. അത് കേട്ടിട്ട് അതിക്കുള്ളത് ആലോചിക്കില്ല, അത്ര ആലോചിക്കുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും ഒട്ടും ആലോചിക്കത്തില്ല. അതായത് എനിക്കൊന്നും അത് ഒരു പ്രത്യേക ചോദ്യം ഉണ്ടെന്ന് അവർ ചോദിച്ചത്. കരിയർ ഒക്കെ പ്ലാൻ ചെയ്തപ്പോ നമ്മളിങ്ങനെ ഇന്ന ആളുകളൊക്കെ കാണണം, പിന്നെ വർക്ക് ചെയ്യുമ്പം നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, ആളുകളുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് ഒരു മാനേജറോ ഏജൻസി ഒക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ പറയാതെ. ആ രീതിയിലൊന്നും എനിക്ക് താല്പര്യമോ ഞാൻ അങ്ങനെ പോകാൻ സാധ്യതയില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി ചെയ്താൽ ഓക്കെ, അല്ലാണ്ട് ഞാനായിട്ട് ചെയ്യാൻ പോവില്ല. അതാണ് ഈ ഉദ്ദേശിച്ചത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനി എപ്പോഴും ഞാൻ അത് ഇങ്ങനത്തെ കാര്യത്തിന് മാത്രമല്ല, കോവിഡിനൊക്കെ മുമ്പ് ഞാനിപ്പോഴും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിന്ന് പോയാൽ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ജീവിക്കാത്ത ശരിക്കും ആലോചിക്കുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ആലോചിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ചിലപ്പോ ഇപ്പൊ ഇവിടെ മുഴുവൻ ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമോ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ വരണതിന് മുമ്പ് എപ്പോഴും ഞാൻ ആലോചിക്കും എല്ലാം. എന്ന് വെച്ചാൽ ലോകം അവസാനിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ജീവിതം എന്ന് മാത്രമല്ല ഞാൻ ആലോചിക്കണേ, എല്ലായിടത്തെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിലേ ആലോചിക്കും. ഞാൻ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അവിടെ മഞ്ഞുരുകി, ഇവിടെ ഫുൾ ഇങ്ങനെ ആയാൽ ആലപ്പുഴ എന്തായാലും പോവും, പിന്നെ എറണാകുളം പോവോ, ബോംബെ പോവും, അപ്പൊ അവിടേക്കുള്ള ആൾക്കാരും ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. അതിപ്പോ അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യുന്നു മാത്രമല്ല, അതിന് കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അതായത് ആദ്യം പിടിക്കാനായിട്ട് എനിക്ക് ഇഷ്ടംപോലെ ചിന്തിക്കാറുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് കാരണം അത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാമെന്നൊന്നുമില്ല. അത് ആലോചിച്ചിട്ട് ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാം, അങ്ങനെയാണ് എന്റെ സ്വഭാവം. അങ്ങനെയൊക്കെ കുറച്ച് ആലോചിക്കും, പക്ഷെ അതിനൊന്നും ചെയ്യാറില്ല അതൊന്നും. ഓക്കെ. അപ്പൊ ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് മെയിൻ വിനോദം എന്താണ്? ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഇപ്പൊ ഗോവ എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ജിമ്മിൽ പോകാനൊക്കെ. സത്യം പറഞ്ഞാൽ ജിമ്മ് മാത്രമല്ല, എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് സത്യത. അത് പിന്നെ ഞാൻ സിത്താർ കുറെ വർഷമായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നിന്ന് പോകും. അപ്പം ഇങ്ങനെ അവധി കിട്ടുമ്പോഴാണ് ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ചെയ്യും. പിന്നെ ഇത് രണ്ടും അല്ലാതെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെടികൾ നടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പുതിയ ഇപ്പം വേണം നിൽക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അടുത്ത് ഈ ചെടി ഇവിടെ വെക്കാം, അപ്പൊ ഈ പൂവും ആ പൂവും കൂടെ നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവും. അത് ഇതൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ശരി. പണ്ട് നമ്മൾ ഈ അമ്മമാരെ കൂട്ടി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഇതുപോലെ വേറെ വീട്ടിലെ ചെടിയൊക്കെ കാണുമ്പോ ഇതിന്റെ ഒരു കമ്പ് അങ്ങനത്തെ അത് തന്നെ പല വീട്ടിലെയും കമ്പുകൾ അടിച്ചു മാറ്റുക. അപ്പൊ എനിക്കൊന്ന് കനിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗാർഡൻ തന്നെ ഉണ്ടാവും. ഗാർഡൻ ഒക്കെ പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ നല്ല ഭംഗിക്ക് വെട്ടി നിർത്തുന്നു അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ശരിക്കും കാടാണ് ഇഷ്ടം. അപ്പൊ എനിക്ക്
ആരെങ്കിലും അത് ഇപ്പൊ എന്റെ ബാൽക്കണിയിലോട്ടൊക്കെ പടർന്ന് കാട് പോലെ ഇടയ്ക്ക് പാമ്പ് കയറി വരും. അതായത് വിഷമുള്ളതല്ല അല്ലാത്തത്. അതൊന്നും എനിക്ക് എല്ലാരും പറയും ഇത് വെട്ടു. അപ്പൊ എനിക്കത് ഓക്കെയാണ്. പാമ്പ് വന്നോട്ടെ, അത്രേ ഉള്ളൂ. കൊറേ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ ഇല വീഴുന്നു, മുറിക്കണം, അതെന്താ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് ഇലയൊക്കെ വീണ് ഇല പിന്നെ മേലോട്ട് പോവോ? ഇല ഞാനിപ്പോ സിത്താരയുടെ ആ ഇടത്തിന്റെ നല്ല ഭംഗി. എന്റെ വെള്ള ഒരു ക്രീപ്പറും കൂടി ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. അവരുടെ കിടക്കുന്നൊക്കെ എന്റെ അടുത്തുണ്ട്. വെള്ള കുറച്ചുകൂടെ രസമുണ്ടല്ലോ, വെള്ള കിട്ടണം എന്നൊക്കെ വെച്ചിട്ട് അടുത്ത ആഴ്ചയ്ക്ക് അതൊക്കെ കരിഞ്ഞ് നിൽക്കുന്നു. സിത്താരയുടെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ആള് പറയായിരുന്നു അവിടത്തെ ഓണറിന് എന്തോ ഇഷ്ടമായില്ല, അവരിപ്പം കുറെ വെട്ടിക്കളയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ഇവിടെ അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ മരത്തിന്റെ ഇല ഇപ്പുറത്ത് വീഴുന്നിട്ട് മരം മുറിക്കും. എനിക്കത് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. ഇല പിന്നെ വീഴണ്ടേ? അപ്പൊ ഇല വീഴുന്ന കാരണം മരം വെട്ടുന്നു. അതെനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെയുള്ളവർ എന്റെ വീട്ടോട്ട് വരാനേ പറ്റില്ല. ഞാൻ ഇലയൊക്കെ എല്ലായിടം അതങ്ങോട്ട് വീണ് അതിന് മഴ പിടിച്ച് അത് അളിഞ്ഞ് അതാ മണ്ണിൽ പോണം, അതൊക്കെ കാണണം, അതൊക്കെ എനിക്ക് ഇഷ്ടം. നൈസ്. മണ്ണിന്റെ മകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞ മറ്റേ പ്രകൃതി ആക്കരുത്, അതല്ല ഉദ്ദേശിച്ചത്. എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഇപ്പൊ എല്ലാരും മറ്റേ യക്ക് എന്ന് പറഞ്ഞ് മാറ്റുന്ന പല സാധനങ്ങളും ആക്ച്വലി അത് നാച്ചുറൽ പ്രോസസ് അല്ലേ എന്ന് ചിന്തിക്കുന്നത് വളരെ. ഞാൻ പറയുമ്പോ അതൊക്കെ വന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഉറപ്പായിട്ടും നമ്മുടെ മണ്ണിലുള്ള പല ചെരുപ്പിടാതെ നടന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് വരുന്ന പല അസുഖങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. പണ്ട് ചെരുപ്പിടാൻ വന്നതും മണ്ണിൽ വെറുതെ കളിക്കരുതെന്നൊക്കെ പറയാനാണ്. പക്ഷെ അതിനോടൊപ്പം മണ്ണിൽ ഇറങ്ങും, രണ്ടും കൂടി ചേർന്നിട്ടാണ്. ഒന്നിനെ പാടേ മാറ്റുന്നതാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആ ഒരു നമ്മൾ കൈ കഴുകണം എന്നൊക്കെ പറയുന്നതിന് ഒരു നമ്മുടെ ഈ എന്താണ് സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് ചിലതരം ബാക്ടീരിയകളും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അത് നമുക്ക് ചിലത് സർവൈവ് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചിലത് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് ഒന്നുമേ പാടില്ല, ഉള്ള വീടിന്റെ ചുറ്റും എല്ലാം ടൈൽസ് വിട്ട് വെള്ളത്തിന് മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഇതാക്കുക. അത്രയും എക്സ്ട്രീം ആവുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പം കനി എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ കനി കുസൃതി എന്ന് പറയുന്ന പേര് തന്നെ ഭയങ്കര യുണീക്കാണ്. അപ്പം മൈത്രേയൻ സാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടിട്ടുണ്ട്, കനി കെ എന്നായിരുന്നു ആദ്യം, പിന്നെ കേക്ക് എന്തിടണം അവസാനം അവൾ തന്നെയാണ് ഇട്ടത്. അപ്പൊ ഈ പേര് വന്ന കഥ എന്ന് പറയോ? മൈത്രൻ എന്നാണോ പറയുക? മൈത്രൻ ഓർമ്മയൊന്നുമില്ല ഇപ്പൊ. അത് കേട്ടത് ജയശ്രീ ചേച്ചിയാണ്, ഞാനല്ല. ജയശ്രീ ചേച്ചിയാണ് എന്നെ ചേർക്കാൻ കൊണ്ടുപോയത്. അപ്പൊ ഇങ്ങനെ കാസ്റ്റും റിലീജിയനും ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം എടുത്തു. സ്കൂളിലെ ടീച്ചേഴ്സിനെ അഡ്മിനിസ്ട്രേഷൻ അവരോട് സംസാരിച്ച് അവർക്ക് ഇങ്ങനെ ഇല്ല പറ്റില്ല, നിങ്ങൾക്ക് ഇല്ലായിരിക്കും പക്ഷെ ഇട്ടേ പറ്റൂ. പിന്നെ ജയശ്രീ ചേച്ചി കുറെ നേരം സംസാരിച്ച് ഇല്ല കാസ്റ്റ് ഇടാൻ പറ്റത്തില്ല, റിലീജിയനും ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി. പിന്നെ എനിക്ക് സെക്കൻഡ് നെയിമും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കനി എന്ന് പറഞ്ഞു. പറഞ്ഞു അതെന്ത് കനി എന്ന് മാത്രം ഒരു സാധനം എന്ന് പറഞ്ഞ്. അപ്പൊ അവരെല്ലാരും കൂടി മൈത്രേയൻ, കനി മൈത്രേയൻ എന്നൊക്കെ ഇടണം, അച്ഛന്റെ പേരിടാം. അത് ഇടാൻ പോയപ്പോ ചേച്ചി പറഞ്ഞു ഇല്ലില്ല അതൊന്നും ഇടാൻ പറ്റില്ല, അത് പറ്റില്ല, എന്തെങ്കിലും വേണം. അപ്പം എനിക്കൊന്ന് ചേച്ചി തളർന്നു തോന്നുന്നു. ചേച്ചി പറഞ്ഞു എന്നാ കേ, അങ്ങനെ വായിൽ വന്ന കേ ചേച്ചി പറഞ്ഞു. പക്ഷെ എനിക്കിത് പിന്നെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ തന്നെ ഇട്ടെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോയി മൈത്രനോട് ചേച്ചിയോട് ചോദിച്ചു ഇതെന്താണ്. അപ്പൊ അവരിങ്ങനെ ഓരോ നീ കേരളം എത്തുള്ളൂ, കനി കേരളം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നെ അതുപോലെ കുണ്ടാമണ്ടി നിടുവാ, നിന്റെ സ്വഭാവത്തിന് പറ്റിയതാണ്, കള്ളി നിടടി നീ ഒരു കള്ളിയാണ് എന്ന് പറഞ്ഞ് കള്ളിക്കനി അതാകുമ്പോ എല്ലാവർക്കും വിളിക്കാൻ എളുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൈത്രി ശേഷം കളിയാക്കെത്തും. അപ്പൊ നമ്മൾ ടീനേജ് ആണല്ലോ, എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് എന്തെങ്കിലും അത് പറയോ. ഞാൻ കുറെയൊക്കെ ശബ്ദധാരാവലി ശ്രീകണ്ഠേശ്വരത്തിന്റെ അടുത്ത് നോക്കാണ് കായലുള്ള ബാക്കി വാക്കുകൾ. അപ്പൊ ഭയങ്കര ഭംഗിയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് നടി കമോലിനി മുഖർജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കനി കമോലിനി ഇടാം, കമോലിനി വെച്ചാൽ താമര അത് വേണം. അപ്പൊ അത് ഡൗട്ടായി. അപ്പൊ ഞാൻ പിന്നെയും കായുടെ ഒക്കെ കുറെ നോക്കി ചോദിച്ചു ഇതൊന്നും എന്റെ സ്വഭാവമായിട്ട് ചേരുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര നല്ല പേരുടെ അതുപോലത്തെ ഒരു സ്വഭാവം എന്റെ. അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോ മൈത്രേനെ വിശ്വസിച്ചു തന്നെ, അല്ലെങ്കിൽ ഞാനോ തന്നെ ഇങ്ങനെ കുസൃതി എന്നും പറഞ്ഞു. ഇതാണ് എന്റെ സ്വഭാവത്തിന് പറ്റിയത് ഇതായിരിക്കും എന്നും പറഞ്ഞ് ഇട്ടതാണ്. പക്ഷെ അന്ന് അത്രക്കൊന്നും ആലോചിച്ചില്ല. ശരി, പക്ഷെ നല്ല രസമുള്ള ഒരു പേര്. പിന്നെ അത് ഇട്ട സമയത്ത് ആദ്യമൊന്നും ആരും അങ്ങനെ വിളിക്കുന്നുണ്ടാവില്ല, കാരണം നമ്മുടെ ഫുൾ നെയിം ഒന്നും കാണുന്നില്ല അന്ന് ഈ സോഷ്യൽ മീഡിയോ അല്ലെങ്കിൽ അങ്ങനെ പലതും ഇല്ല. അപ്പൊ പാസ്പോർട്ടിലുണ്ട്. പിന്നെ ഞാൻ പുറത്തൊക്കെ പഠിക്കുമ്പോൾ അവർ സെക്കൻഡ് നെയിം ആണ് വിളിക്കുക, മിസ് കുസൃതി എന്നൊക്കെ പറയാൻ വിളിക്കുക. അപ്പൊ ഞാൻ ഇതാരാ അത് മനസ്സിലാവുന്ന പോലും എനിക്കത്. പിന്നെ ചോദിക്കുന്നത് എന്നെയാണ് എന്നാണ് ഞാൻ ഓടും. അങ്ങനെ പിന്നെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ആ ഒരു കനി കുസൃതി എന്ന് തന്നെ ആളുകൾ പറയാൻ തുടങ്ങി. അതിന് മുമ്പ് എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ എല്ലാവരും കനിന്ന് വിളിക്കും. പിന്നെ ഈ ബാങ്കിലൊക്കെ പോകുമ്പോൾ അവര് കാണും. അപ്പൊ അവർ മോളുടെ ഒരു കുസൃതി എന്നൊക്കെ പറഞ്ഞ് അവര് ചിരിക്കും. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥലത്തൊക്കെ പോവാ അവരിങ്ങനെ മുഷിഞ്ഞിരിക്കുകയായിരിക്കും. അവർക്ക് ആ കുസൃതി ഇതൊക്കെ ആരുടെ പേരിട്ട് അവരൊന്ന് ലൈറ്റ് ആവും. അല്ലാതെ ശരിക്കും വിളിക്കാൻ തോന്നുന്നു. എനിക്ക് കഴിഞ്ഞൊരു 10 വർഷത്തിലാണ്
ഈ സെക്കൻഡ് നെയിം ഇങ്ങനെ അല്ലെങ്കിൽ അതവിടെ ഉണ്ടെന്നല്ലാണ്ട് എല്ലാരും കനിന്ന് മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു. ഇപ്പം പേരൻസിനെ പറ്റി പറയുമ്പോ നമ്മൾ പൊതുവേ ഇപ്പം വീട്ടിലൊക്കെ എന്തെങ്കിലും പറയാനൊക്കെ പേടി. ഇപ്പം ഒക്കെ പോട്ടെ, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ബോയ് ഫ്രണ്ടിന്റെ ബോ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പം കനി വളർന്ന ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ആ വീടിന്റെ ഒരു അന്തരീക്ഷം നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ കേട്ട്, ഇപ്പം അച്ഛൻ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇപ്പൊ കനിയുടെ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു അൺകൺവെൻഷണൽ പാരന്റിങ് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ, അങ്ങനെ പറഞ്ഞ് വളർന്ന ഒരാൾക്ക് ആക്ച്വലി എന്തൊക്കെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ട്? ഗുണങ്ങളുണ്ടോ? എന്തെങ്കിലും ഗുണങ്ങളൊന്നും ഇല്ലാന്നാണല്ലോ നാട്ടുകാർ മുഴുവൻ പറയണേ. അങ്ങനെ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ഇനി എന്തായാലും പറയില്ല. എന്റെ അമ്മ ഓരോന്നിനും കമന്റ് ഇടാൻ നമ്മളൊക്കെ ഇതൊക്കെ എന്താണ്. ഗുണങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ഗുണങ്ങളാണോ അതോ ഒരു അച്ഛനമ്മയും ഞാനും എന്നുള്ള രീതിയിലുള്ള ഗുണങ്ങളാണോ? ഏതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ ഗുണം, എനിക്ക് പറഞ്ഞ കള്ളം, എനിക്ക് പലപ്പോഴും എനിക്ക് കള്ളം പറയുന്നത് എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ. പക്ഷെ അതൊരു ടാലന്റ് ആയിട്ട് വേണമെങ്കിൽ കാണാം നമുക്ക്. കള്ളം പറയുന്ന ഒരു ടാലന്റ് ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അല്ലെങ്കിൽ ആക്ടേഴ്സിന് വേറെ തരത്തിൽ നമ്മൾ അഭിനയിക്കാനുള്ള, അത് കള്ളമല്ല, ഓണസ്റ്റ് ആണ് അഭിനയിക്കുന്നതെങ്കിലും ശരിക്കും അതല്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികള് പലപ്പോഴും അവരങ്ങ് വിശ്വസിക്കല്ലോ, എന്നിട്ട് ഇങ്ങനെ അവര് ഓരോന്ന് പറയുമ്പോ അത് അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ട് അതിൽ, അതെനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് പക്ഷെ ശരിക്കും ഇപ്പൊ ഒരു നമുക്ക് അടുപ്പമുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരോടൊക്കെ കള്ളം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഞാൻ വളർന്നത് അങ്ങനെയാണോ എനിക്ക് ഇഷ്ടമല്ലാത്ത, അതോ എനിക്ക് അല്ലെങ്കിൽ ഇത് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് അറിയില്ല. കാരണം ഞാൻ വളർന്ന സാഹചര്യത്തിൽ എനിക്ക് ആ കള്ളം പറയേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ എല്ലാം ഉള്ളത് അതുപോലെ തന്നെ പറയാം എപ്പോഴും, അങ്ങോട്ടും ഇങ്ങോട്ടും. മൈത്രനും ജയശേഷിയോടാണെങ്കിലും അങ്ങോട്ടും പറയാം, അവരാണെങ്കിലും ഇങ്ങോട്ടും, എല്ലാം ട്രാൻസ്പെറന്റ് ആണ്. അപ്പോ അതെന്റെ ഒരു എക്സ്പെക്ടേഷനും ആണ്. എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോഴും ഒന്നുകിൽ നമ്മൾ ആദ്യം പറയണം, നമ്മൾ തമ്മിൽ അത്ര അടുപ്പില്ല, ചിലപ്പോൾ ഞാൻ നിന്നോട് എല്ലാം പറയില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ കള്ളം പറഞ്ഞും നമ്മുടെ എന്താ ഉള്ളിൽ വിചാരിക്കുന്നത് പറയാതെ പുറത്ത് ഇങ്ങനെ ചിരിച്ചുള്ള ബന്ധങ്ങൾ, അതൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ നമ്മൾ പലപ്പോഴും ചിലർ അങ്ങനെയല്ല, ചിലർ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് സത്യം പറയാൻ പറ്റില്ലല്ലോ. വീട്ടില് പലരും ഇപ്പൊ വൈഫിനോട് ഇത് പറഞ്ഞാൽ അവർക്ക് വിഷമം, അപ്പൊ ഒളിപ്പിച്ച് വെക്കേണ്ടി വരിക. അല്ലെങ്കിൽ വൈഫ് ഭർത്താവിനോടാണെങ്കിലും ഒക്കെ അത് വിഷമം എന്നൊക്കെ പറഞ്ഞാൽ വേറെന്തോ വലിയ പാതകം ചെയ്യുന്നുള്ള കാര്യങ്ങൾ പോലും അല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ മക്കളടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല. എനിക്ക് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും പറഞ്ഞ് എല്ലാം അങ്ങോട്ടും എല്ലാവർക്കും അടുപ്പുള്ളവർ തമ്മിൽ എല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് ഒരാൾ ഡിസ്കവർ ചെയ്ത ഒരു ദിവസം ഞെട്ടണ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ആ രീതിയിൽ എനിക്ക് മൈത്രേയ ചേച്ചിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഒക്കെ കൂട്ടുകാരൊക്കെ എടുക്കുമ്പോൾ ഇപ്പൊ പോലും അവര് വീട്ടിൽ ഇത്രയും വലുതായിട്ട് പോലും അവര് വീട്ടിൽ അച്ഛനും അമ്മയും കള്ളം പറയേണ്ടി വരും. അപ്പൊ എനിക്കിത് എത്ര നാളാണ് ജീവിതത്തിൽ ഇങ്ങനെ കള്ളം പറഞ്ഞ് വേറെ അവരെന്താണോ അതല്ലാത്ത ഒരു ഇമേജ് റിലേറ്റീവ്സിനോട് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് കാണിക്കേണ്ടി വരും, ചേച്ചിമാരും അനിയത്തിമാരും തമ്മിൽ അങ്ങനെ ഇങ്ങനെ. അപ്പോ എനിക്ക് ആ ഒരു ഇത് എനിക്കില്ലാത്തത് എനിക്ക് സമാധാനം, അതന്നെ എനിക്ക് ഇഷ്ടം. അതല്ലാത്തൊരു വിർച്യു എന്നൊക്കെ പറഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ മൈത്രേയ ചേച്ചിയോ അല്ല പറയേണ്ടത് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് നമ്മളോട് ഇടപെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആയോണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഗുണം എനിക്ക് ഉണ്ടെന്ന് എന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ തീരെ ജഡ്ജ് ചെയ്യാതെ കേൾക്കും എന്താണെങ്കിലും. അതെനിക്ക് മൈത്രേയ ചേച്ചിയെടുത്തതാണ് എനിക്ക് കിട്ടിയത്. എനിക്കതിനൊരു ശരി തെറ്റില്ലാത്തോണ്ടല്ല, അവരെ അനുഭവിക്കുന്നില്ലെങ്കിൽ എന്റെ കൂട്ടുകാർ ചെയ്യുന്ന ചില കാര്യത്തിൽ എനിക്കും ഉണ്ടായിരിക്കും, അതല്ല അവർ ചെയ്യണത് ശരിയല്ല, തെറ്റല്ല, ഉണ്ടാവും. പക്ഷെ അവരാ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യമേ കയറി അങ്ങ് ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ അത് എന്താണോ അവരുടെ അത് അവരുടെ സിറ്റുവേഷൻ വെച്ച് ഞാൻ ഫുൾ അതുപോലെ കേൾക്കും. അവർക്ക് എന്റെ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എനിക്ക് ശരി തെറ്റി പറയുള്ളൂ. പക്ഷെ അവർക്കറിയാം ഞാൻ ഉള്ളിൽ ഇവരെന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നില്ല എന്നുള്ളൊരു ട്രസ്റ്റ് എന്റെ ഫ്രണ്ട്സിന് എനിക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും അത്ര അധികം ഒന്നും അടുപ്പില്ലാത്തൊരു പോലും എന്റെ അടുത്ത് അവരുടെ കഥനകഥ മുഴുവൻ പറയും. എനിക്കതൊരു ഓഫറിങ് പോലെ നല്ല കാര്യമാണെന്ന് തോന്നാറുണ്ട്. സത്യമാണ്. ഇപ്പം കനിയെ പറയുമ്പോ ഇന്നാണ് ഞാൻ കാണുന്നത്, പക്ഷെ ഇന്റർവ്യൂസ് കാണുമ്പോഴും ഇപ്പൊ നേരിട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു ആളായിട്ട്, അങ്ങനെ ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പണികൾ കൂടുതൽ പൊതുവെ ഫീൽഡിൽ തന്നെ കിട്ടും. ഫിലിം ഫീൽഡും കൂടി ആണെന്നെങ്കിൽ കുറെ പണികൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, അങ്ങനെ ഇല്ല അല്ലേ? പണികളെ എനിക്ക് കിട്ടിയിട്ടില്ല ജീവിതത്തിൽ വേണമെങ്കിൽ പറയാം. സത്യം ഒന്നു വെച്ചാൽ പണികൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും അങ്ങനത്തെ പണിയാകാം. ഇപ്പം അതിനെ ട്രസ്റ്റ് ബ്രേക്കിംഗ് പറയാം. അങ്ങനെ ഒരു 1 or 2 ഒക്കെ വേണമെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് പക്ഷെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പിലോ ഒക്കെ ആയിട്ടുള്ളതില് ഇത്രയും നാള് ചോദിച്ചാൽ 2 തവണ ഒക്കെ വേണമെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതുപോലും എനിക്കൊന്നും അവരുടെയും ഒരു
നമ്മളോട് പറയാനുള്ള ഒരു സ്പേസ് അവർക്കില്ലാന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടോ, ഒന്ന് ഞാൻ തീരെ ചെറുതായിരിക്കണം, ഒന്ന് ഞാൻ കുറച്ച് വലുതായതിനു ശേഷമാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെയല്ല കാണുന്നെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും തോന്നും ആളുകള് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവർക്ക് എന്തുകൊണ്ടോ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കാണുന്നത്. അതിനെ അല്ലാണ്ട് ഇവരെന്തിനും എനിക്ക് അങ്ങനെയല്ല. അത് ഭയങ്കര പക്ഷെ അത് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി അതിന് ഭയങ്കര എന്താ പറയണ്ടേ, ഇറ്റ് ഇസ് വെരി റെയർ ടു മീറ്റ് പീപ്പിൾ ലൈക്ക് ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. വിച്ച് ഇസ് വെരി ഗുഡ് തിങ്. അല്ല മോശമായിട്ടല്ല പറയുന്നത്. അല്ല, അതിപ്പം ചിലപ്പോ ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലരോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയ അവര് റെസ്പോണ്ട് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ എനിക്ക് ചിലപ്പോ എന്റെ ഭാഗ്യമായിരിക്കാം അങ്ങനെ. ഞാൻ ഇന്നാൾ ആരോട് പറയായിരുന്നു, എനിക്ക് അങ്ങനെ ഞാൻ ഇന്നേ വരെ പരിചയപ്പെട്ട വ്യക്തികളിൽ ഇവരെ ഞാൻ പരിചയപ്പെടണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിച്ച ആൾക്കാരൊന്നും ഇല്ല ഓൾമോസ്റ്റ് തോന്നുന്നു. Okay. എല്ലാ ഇതിന് രസമില്ല അങ്ങനെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചില ഇങ്ങനെ യുണീക്ക് ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്, ഒന്നോ രണ്ടോ. പക്ഷെ അപ്പൊ പോലും ഞാൻ ഇവരെന്തിനെ പരിചയപ്പെട്ടു അങ്ങനത്തെ ഒരു ലെവലോട്ടൊന്നും ഇല്ല. അപ്പൊ അത് നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോ പല തരത്തിലുള്ള വ്യക്തികളല്ലേ എത്രയാണെങ്കിലും. അപ്പൊ ഒബ്വിയസ്ലി നമുക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു ഡെക്കോറം, നമ്മുടേതായിട്ടുള്ളൊരു മനസാക്ഷി, എല്ലാം ശരി തെറ്റൊക്കെ ഉണ്ടാവും. അതുപോലെ അവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരി ഇപ്പൊ കുട്ടിക്കാലത്ത് ഇപ്പൊ പറഞ്ഞ പോലെ പണിന്നല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ഇപ്പം എനിക്ക് 18-19 വയസ്സുള്ളപ്പോഴൊന്നും ഇതുപോലെ തീരെ ഞാൻ ചെയ്യാത്തൊരു കാര്യം വേറൊരാള്, നമുക്കറിയാവുന്ന ഒരാൾ പറയുന്നു, അവര് പറയുന്നു, മറ്റൊരു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാൾ പറഞ്ഞുള്ള കാര്യത്തിന് ഒരിക്കലും ഡിസ്റ്റർബ് ആവില്ല. ഒന്നെന്ന് വെച്ചാൽ നമുക്കത് അറിയില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കണം. അത് ഇനി അവർ പറഞ്ഞോ ഇല്ല, ഇനി പറഞ്ഞാലോ അവരിങ്ങനെയാണോ പറഞ്ഞത് നമുക്കറിയില്ല. കാരണം ഒരാള് വേറെ ആളോട് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഇനിയിപ്പോ ഇതിന്റെ താഴെ പലതരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട്. അപ്പൊ പിന്നെ ഇനി അവരിത് വേറെ ആൾ പറഞ്ഞ് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെവി കൊടുക്കില്ല ആരെങ്കിലും ഒരാൾ അങ്ങനെ. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒരിക്കലല്ല. ഇങ്ങനെ ആ പറയുന്ന വ്യക്തി നിരന്തരം എൻ്റെ അടുത്ത് പിന്നെയും അപ്പൊ ഞാൻ ഒരിക്കൽ മാത്രമേ അപ്പൊ ഇങ്ങനെ അതൊരു കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ എനിക്ക് അതുപോലും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ പണി കൊടുത്തു എന്നൊക്കെ പറയുന്ന സ്ഥലം ഞാൻ എടുക്കുന്നില്ല അങ്ങനെ. പക്ഷെ അതിലേക്ക് നോക്കുന്നേ ഇല്ല നമ്മൾ. അതെ, ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. പൊതുവെ എല്ലാ കാര്യത്തിനും വളരെ ക്ലിയർ ആയിട്ടുള്ള നിലപാടുകളുള്ള ഒരു ആളാണ് കനി. അപ്പം ഞാൻ ഓരോന്ന് പറയുമ്പോ ഓരോ ഇന്റർവ്യൂ എല്ലാവരും പറയും ഭയങ്കര നിലപാട്. ഞാൻ ഇതിന് നിലപാടില്ലാത്ത എത്രയോ കാര്യം നമുക്ക് ഇപ്പോഴും അറിയാത്ത കാര്യങ്ങൾ. എല്ലാത്തിനും നിലപാട് മാത്രമല്ല ഇത് പറഞ്ഞത്. ഞാനിപ്പൊ കഴിഞ്ഞ ഇതോ ഈ പരിപാടി ഉള്ളത് കൊണ്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാത്തിനും. അപ്പൊ എനിക്ക് അത് തന്നെ ഒരു ശരിയായ രീതിയല്ല. ഇപ്പൊ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പോലും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോ പക്ഷെ നമ്മൾ കാണുന്ന ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് എടുക്കാം. ആ ഗ്രൂപ്പിൽ ആളുകൾ സംസാരിക്കുന്നതും ഇപ്പൊ ഈ നിലപാടുകൾ എന്നുള്ളത് ഇപ്പൊ കനിയോട് ഇത്രയും കൂടുതൽ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കറിയാം. പിന്നെ നിലപാടെടുക്കാത്തൊരു സാധനം നീ അല്ലേ പണ്ട് എപ്പോഴും നിലപാടെടുത്തോണ്ടിരുന്നത്, ഇപ്പൊ നിലപാടെടുക്കാൻ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്താ ഞാൻ ചോദിക്കട്ടെ. അപ്പം ഈ സ്ക്രിപ്റ്റും ഇങ്ങനെ സ്ക്രിപ്റ്റ് കാണുമ്പോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്താ പറയണ്ടേ എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് തോന്നിയിട്ടുണ്ടോ മനസ്സിൽ? അതായത് ഓക്കെ ഞാൻ കനി എന്നുള്ള ആളെ മാറ്റി നിർത്തി ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, അത് ശരിക്കും അത് എത്രമാത്രം എളുപ്പമാണ് അല്ലെങ്കിൽ എത്രമാത്രം ടഫ്? ക്യാരക്ടർ അല്ലെങ്കിലും നമ്മളോടൊരു ബന്ധമില്ല. ക്യാരക്ടർ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനൊരു കഥ ചെയ്യുന്നു. ഇപ്പം ഞാൻ മായാവി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്ത് ഞാൻ ലുട്ടാപ്പിയുടെ കഥാപാത്രം കിട്ടിയാൽ ലുട്ടാപ്പി അല്ലല്ലോ ഞാൻ എന്തായാലും. അതിപ്പോ നമുക്ക് എന്തായാലും കഥാപാത്രവും ഞാനായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം എന്നില്ല. അതല്ല തോന്നുന്നത്. ഒരു കഥ, ഇപ്പൊ ഒരു കഥയിൽ എന്ത് പറയുന്നു, ആ കഥ പറയുന്ന കാര്യം. ചില കഥകളൊന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊരു മീനിങ് തരണമെന്നില്ല. ഇപ്പോ ചില കഥകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിന്റെ അർത്ഥം ഇതാണ്, ഇതിൽ പറയുന്ന മെസ്സേജ് ഇതാണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. ചിലതൊരു കഥ പോലെ ഇരുന്ന് കാണാം. ചില കഥകൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു മോറൽ, അതിന്റെ ഒരു ഇതാണ്, ഗുണപാഠം ഉണ്ട്, അത് ഇങ്ങനെയാണെന്നൊക്കെ തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ, അത് വളരെ വിസിബിൾ ആണെങ്കിൽ, ആ കാര്യം ഇപ്പോ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് വെച്ചു. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു നമുക്കൊരു ഹെയ്റ്റ് തോന്നിപ്പിക്കുന്ന ഒരു കഥ ഇത് കാണുമ്പോൾ നമുക്ക് അതെ നമ്മളെ ഉപദ്രവിച്ച ആളെ നമ്മൾ കൊല്ലണം, അതാണ് വേണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥ. അത് മോശമാണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൂടെ മോശമൊന്നും അല്ലെന്നൊക്കെ പറയാം. നമുക്ക് നീതി കിട്ടുന്നത് എന്നെ ഉപദ്രവിച്ച ഒരാളെ തിരിച്ച് ഉപദ്രവിക്കുമ്പോഴാണ് ജസ്റ്റിസ് കിട്ടുന്നതെന്ന് ഒരാൾക്ക് തോന്നുകയാണ്. അതാണ് ഒരു കഥയിൽ പറയുന്നതെന്ന് തോന്നുമ്പോൾ
എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെയല്ല മരിക്കുന്നത്. ഒരു ഉപദ്രവിച്ച ആളോട് അത് പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഉപദ്രവിക്കരുത് എന്ന് പറയുന്നതാണോ ശരിയെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാം. പക്ഷെ ഈ കഥ പറയുന്നതല്ല. ഓക്കെ, അപ്പൊ അത് കനി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് കഥ പറയുന്നത്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ അതുപോലെയുള്ള ഓരോന്ന് മാറി വേറെ കഥയിൽ പറയുന്ന കാര്യം നമ്മളുടെ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറുന്ന കാര്യങ്ങളാകുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മൊത്തം സിനിമ ഇത്ര ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ വീണ്ടും പുറകിലേക്ക്, നമ്മൾ കുറെ കാലം കടന്നു കടന്നാണല്ലോ ഇവിടെ എല്ലാവർക്കും സ്കൂളിൽ പോകാനുള്ള സ്വാതന്ത്ര്യം മുതൽ എല്ലാവർക്കും എല്ലാ മതവിശ്വാസങ്ങളിൽ പോകാനും ഒക്കെ ഒരുപാട് കാര്യത്തിന് ആളുകൾ ഫൈറ്റ് ചെയ്തും അല്ലാതെ ഒക്കെയാണ് ഒരു ഇപ്പൊ കാണുന്ന ഒരു ചുറ്റുപാടിലേക്ക് ആളുകൾ ഇപ്പൊ പോലും അങ്ങനെ എല്ലാവർക്കും ഡെമോക്രാറ്റിക് ഒന്നും അല്ലെങ്കിലും കുറെയെങ്കിലും ഒക്കെ അതിനെ ഉള്ള ആസ്പിറേഷനിൽ കൂടി ഇവിടെ എത്തുന്നത്. അപ്പൊ വീണ്ടും നമ്മളെ പുറകിലേക്ക്, നമ്മുടെ മൊത്തം സമൂഹത്തിനെ പുറകിലേക്ക് കൊണ്ടുവരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന പോലത്തെ കഥകൾ വരുമ്പോ നമ്മൾ ചിന്തിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമോ എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ ചിലപ്പോ അങ്ങനെ വരണമെന്നില്ല. ഒരു പഴയ കഥ എന്ന് പറഞ്ഞിട്ട് കാണാലോ, ഇത് പണ്ട് നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് തമ്മിൽ സംശയം തോന്നും. അങ്ങനെ വരുവുള്ളൂ, അതോ ആളുകൾക്ക് വീണ്ടും ഇത് തോന്നും, ഇങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്ട്സ് ഒരു ആക്ടറിന് വരാം, എപ്പോഴും വരാം. അത് കഥയാണ്, കഥാപാത്രമല്ല. കഥാപാത്രം ചിലപ്പോ ആ കഥയിൽ ആ കഥാപാത്രവും മോശമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പാടില്ല എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കാൻ അത് കിട്ടുന്നതല്ലേ ഉള്ളൂ. അപ്പോ അങ്ങനത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷെ ഒരു ആക്ടറിന് എപ്പോഴും അത് എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വരുന്ന കഥകളിൽ നിന്നല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വരുന്ന കഥകളിൽ ഒന്നും പറ്റില്ല, ചിലപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ തീരുമാനം, അത്രയും ധൈര്യവും ചെയ്യണ്ടെന്ന് പറ്റുന്ന അവരോട് എനിക്ക് വളരെ റെസ്പെക്റ്റ് ആണ്. പക്ഷെ എനിക്കൊന്നും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. പലപ്പോഴും ഒന്നൊന്നും അല്ല, പലതിലും നമ്മള് ഇത് മൊത്തം ഈ സിനിമ പറയുന്ന കഥയോ അല്ലെങ്കിൽ നാടകത്തിലാണെങ്കിലും ഉണ്ട്. അത് ചില നാടകം ഇതെന്തിനാ ഈ നാടകത്തിനെ ചെയ്യണം, ഈ നാടകം ചെയ്യണം, ഈ കഥ ഭയങ്കര ഒരു കാര്യമില്ലത്, അങ്ങനെയൊക്കെ തോന്നുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അത്രയും ചോയ്സ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഒരിക്കലും അത് കഥാപാത്രമല്ല കേട്ടോ. കഥാപാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആ കഥാപാത്രത്തിന് ആ കഥയിൽ ആ കഥാപാത്രം ഒരു നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെന്നിരിക്കും, നമുക്ക് മോറലിയും എത്തിക്കലി ഒക്കെ വളരെ താഴ്ന്നിരിക്കുന്നുള്ളൂ. പക്ഷെ അയാൾ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞാണ് കഥ പറയുകയും ആ കഥാപാത്രം എനിക്ക് കിട്ടുമ്പോഴും ഇപ്പൊ പറയുന്ന ചോദ്യത്തിന് റെലവൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞാൻ കാണുന്നത്. കഥ എങ്ങനെ വായിക്കുന്നത് ഒരു ഈ കഥ കാണുമ്പോൾ. പക്ഷെ കഥയ്ക്കൊക്കെ ഇതുപോലെ പല ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ഇതിലെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം കുറെ പേർക്ക് ഈ കഥ അങ്ങനെയാണെന്ന് തോന്നും, കുറെ പേര് പറയും അതിന് അങ്ങനെ അല്ലല്ലോ ആ കഥ എന്ന് പറയും. ഇനിയിപ്പോ ഡയറക്ടർ പറയും ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് പറയും. അപ്പൊ അതത്ര എളുപ്പമുള്ള ഒരു സ്ഥലം അല്ല. എന്നാലും ഇപ്പൊ ഓരോ ആക്ടേഴ്സിന് ഓരോ പ്രോസസ്സിൽ ഇപ്പം ക്യാരക്ടറിന് ഇപ്പൊ കഥ കേൾക്കുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, ആ ക്യാരക്ടറിനെ പറ്റി ചില ആൾക്കാർ പറയും അധികം കൂടുതൽ ചിന്തിക്കാറില്ല. അപ്പൊ വരുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് നന്നായിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വരുന്നു. അപ്പം കനിയുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാ വെച്ചാൽ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ഇയാൾ എങ്ങനെയായിരിക്കും ഇന്ന സിറ്റുവേഷനിൽ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചിന്തിക്കുക, അങ്ങനെ എന്താ ഒരു പ്രോസസ്സിനെ പറ്റി? എന്റെ പ്രോസസ്സിന് ഫസ്റ്റ് ഒന്നാമത് ആ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രോസസ്സ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം റൈറ്റർ ഡയറക്ടർ ആണ് സിനിമയുടെ ഒരു മെയിൻ കാഴ്ച, അത് കാണുന്ന ആള്. അപ്പോ അവർക്ക് വേണ്ടതിലോട്ട് എന്റെ ആക്ടിങ് ക്രാഫ്റ്റ് പ്രാപ്തിപ്പെടുത്തി ആ കഥാപാത്രം ചെയ്യാൻ എടുക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പോവുക. അപ്പൊ ഞാൻ പലത് പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എനിക്ക് പല മെത്തേഡ് ഉണ്ടാവാം, മെത്തേഡ് ഇല്ലാതിരിക്കാം, എന്തും ആകാം. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒറ്റയ്ക്ക് പോയിട്ട് ഞാനൊരു സോളോ പെർഫോം ചെയ്യല്ല. അവിടെ ഡയറക്ടർ ഉണ്ട്, റൈറ്റർ ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, എൻ്റെ കോ ആക്ടേഴ്സ് കാണും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ടീമിന്റെ പ്രോസസ്സ് ഉണ്ടാവും ഇതിലേക്ക് എത്തിച്ചേരാനുള്ള. അത് എന്താണോ ഡയറക്ടറും ആ ടീമും ഡിമാൻഡ് ചെയ്യുന്നത് അതിലേക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുക. അപ്പോൾ ഇപ്പൊ ഇയാൾ പറഞ്ഞ പോലെ ചില ഡയറക്ടേഴ്സ് ഉണ്ടാവും ഇതങ്ങനെ ഒരുപാട് ആലോചിക്കണമെങ്കിൽ കനി ഇങ്ങനെ വന്നാൽ നമുക്ക് ആ സമയത്താണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പാകപ്പെട്ടേ പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള ചില വർക്ക് അപ്പോഴും ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ചില ഡയറക്ടേഴ്സ് ഇല്ല കനി ഹോംവർക്ക് പ്ലീസ് ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് ഞാൻ അയച്ചു തരണം, ആദ്യമേ ഇതൊക്കെ വായിച്ചിട്ട് വേണം വരാൻ, നമുക്ക് 2 ദിവസം റിഹേഴ്സൽ ചെയ്യണം എന്നിട്ടായിരിക്കും. ചിലർ പറയും ഇല്ല നമുക്ക് 1 മാസം റിഹേഴ്സൽ ചെയ്യേണ്ടി വരും എന്നിട്ട് നോക്കാം. ചിലർ പറയും റിഹേഴ്സൽ ഉണ്ടാവില്ല, ആദ്യത്തെ ടേക്കിൽ എന്താണ് വരുന്നത് എനിക്ക് അത് മതി, ഒന്നും ആലോചിക്കരുത് നേരെ വരണം. ഇങ്ങനെയൊക്കെ അതൊക്കെ ഡിപ്പെൻസ്. നമ്മൾ ആ ടീമും ആ ഡയറക്ടറും കൂടെ നോക്കിയിട്ടേ പറ്റുള്ളൂ. അത് അഗെയിൻ ആക്ടർ എന്ന് പറയുന്ന ആൾക്കാർ ഒരു ഫുൾ ഫ്രീഡത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള ഒന്നാമത് ഇതൊരു ഒരാളുടെ വർക്കല്ല, ഇതൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള വർക്കാണ്, സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും. അപ്പൊ ആ സംഘത്തിന്റെ എന്താണോ പ്രോസസ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്താൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ. ഇപ്പം ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് പറയുമ്പം അല്ലെങ്കിൽ വേറെ ഭാഷകൾ ഇപ്പൊ ഹിന്ദിയിലൊക്കെ അഭിനയിക്കുന്നു. അപ്പൊ ഹിന്ദി അറിയോ? എന്റെ ചോദ്യം അതായിരുന്നു. ഹിന്ദി അറിയേയില്ല ഹിന്ദിയിൽ അത് സംസാരിക്കാൻ പറയാം. ഓ പിന്നെ എനിക്ക് അല്ല അപ്പൊ ശരിക്കും അത് ലാംഗ്വേജ് എപ്പോഴെങ്കിലും ഒരു ബാരിയർ ആയിട്ട് ലാംഗ്വേജ് ഫുള്ളി ബാരിയർ ആണ്. എനിക്ക് വയ്യ. എങ്ങനെയെങ്കിലും ഒന്ന് മലയാളി ആളുകളെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഹിന്ദി പോവില്ല. എന്റെ കഷ്ടകാലത്തിന് മുഴുവനും ഹിന്ദിന്ന് വരികയും
മലയാളമാണെങ്കിൽ അധികം വരത്തൂല എനിക്ക് വർക്ക്. എപ്പോഴും ഹിന്ദിയിലുള്ള ഓഡീഷൻസ് ആണ് എനിക്ക് വരുന്നതും ഒക്കെ. അപ്പം പിന്നെ വന്നിട്ടുള്ളതെല്ലാം ഒന്നുകിൽ കേരളത്തിൽ നിന്നുള്ള അവിടെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളതായോണ്ട് ആക്സെന്റ് ഒന്നും അവർക്ക് അത് തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും എനിക്ക് ഹിന്ദി അറിയില്ല. ഞാൻ മറ്റേ പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന പോലെ മറ്റേ ജഗതി വേലപ്പറമ്പിലാണ് ഉള്ള പോലെ വേലക്കാരിയിൽ നീ വേലക്കാരി ഇങ്ങനെ ഇരുന്ന് രാത്രി ഉറക്കത്തിന്റെ ഇടയിലൊക്കെ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ഒന്നും കൂടെ നോക്കാം. ഇപ്പൊ എനിക്ക് ആ വാക്ക് വരുന്നില്ല, ആ വാക്ക് എന്തായിരുന്നു, ആ വാക്ക് അച്ചാനക്കോ, ഇതാണ് മറന്നുപോയത്. ഇങ്ങനെയൊക്കെ. പിന്നെ ഹിന്ദി സീരീസിന് പോകുമ്പോൾ നമുക്ക് മിക്കതും സിംഗ് സൗണ്ട് ആണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. സിംഗ് സൗണ്ടിന് മൈക്ക് വെക്കും. ഇപ്പൊ നിങ്ങൾ വെക്കുക, മൈക്ക് ഇവിടെ വയ്ക്കുന്നു. ഷോർട്ട് ഓടുന്നതിനൊക്കെ എന്റെ ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞ് ചാകാറായി എന്നുള്ള പോലെയാണ്. അടുത്ത വരി ഒന്നും ഓർമ്മ വരുന്നില്ല. ബ്ലാക്ക് ഔട്ട്. എങ്ങനെ എപ്പൊ ആക്ഷൻ കഴിയുമ്പോൾ എങ്ങനെയൊക്കെ വന്നു കട്ട് കഴിഞ്ഞ എന്തുവാണോ അഭിനയിച്ചത്, ഇങ്ങനെയാണ് എപ്പോഴും ഷോട്ട് കഴിയുമ്പോൾ സൗണ്ടിന്റെ ആൾ തന്നെ വന്നിട്ട് അയ്യോ ഓക്കെ എന്നൊക്കെ വന്നു. അപ്പൊ എപ്പോഴും ഞാൻ എന്താ അവരുടെ ഐ കുഡ് ഓൺലി ഹിയർ യുവർ ഹാർട്ട് ബീറ്റ് ഡയലോഗ് കേൾക്കാനേ പറ്റുമായിരുന്നു. ശരിക്കും ഉണ്ട്, അത്രയ്ക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യും. എന്നിട്ട് ആ ചില സീരീസിനൊക്കെ ഉള്ളവര് എന്നെ കൊണ്ട് മൈക്ക് ഇവിടെ വെപ്പിക്കുള്ളൂ, ഹാർട്ടിൽ നിന്നും ഏറ്റവും ദൂരമുള്ള സ്ഥലത്ത്. അങ്ങനെ അത്രയ്ക്ക് എനിക്ക് പേടിച്ച് വരച്ചാണ് മനുഷ്യൻ എങ്ങനെയല്ല ഹിന്ദി പരീക്ഷയ്ക്ക് പോകുന്നത്. എല്ലാ ദിവസവും ഞാൻ ഹിന്ദിക്ക് ഏറ്റവും സ്കൂളിൽ പഠിക്കാൻ മാർക്ക് കുറവായിരുന്നു. ഏറ്റവും പൊട്ടയേറിയ ഹിന്ദിക്കാണ്. 10ാം ക്ലാസ്സിൽ അവസാനം ഹിന്ദി ഞാൻ ഇനി ഒരിക്കലും ഈ ഭാഷ സംസാരിക്കുകയോ എഴുതുകയോ വായിക്കുകയോ ഒന്നും ചെയ്യില്ല, അതിനെ കൂടെ പറ്റില്ല ഇത് എന്ന് ഞാൻ ശരിക്കും അഹങ്കരിച്ച് പറഞ്ഞു നടന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പഠിക്കുന്നത് ഹിന്ദിയാണ്. രാവിലെ പോലെ തുടങ്ങും. ഇപ്പൊ ഇനി ഒരു ഹിന്ദി സീരീസ് ചെയ്യണം. ഇന്ന് ഞങ്ങൾ ആദ്യം ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കുന്നു, പിന്നെ ഹിന്ദിയിലേക്ക് പോകുന്നു. ഇതൊക്കെ എങ്ങനെ പറയും, അതാണ് എന്റെ അവസ്ഥ. പക്ഷെ ഈ പറഞ്ഞ ഹിന്ദി നെറ്റീവ് ആയിട്ടുള്ള കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നേ ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളെടുത്ത് ഹിന്ദി പറഞ്ഞൊക്കെയല്ലേ അതിലേക്ക് എത്തുള്ളൂ. ഇപ്പോഴും കിട്ടുന്ന ഇതും അവര് കണ്ടിട്ട് വിളിക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ അത് ചെയ്യുന്നോണ്ട് തന്നെ സൗത്ത് നിന്നുള്ള അവിടെ വന്ന ആ ആക്സെന്റ് കുഴപ്പമില്ലാത്ത അത് ചിലപ്പോൾ എങ്ങനെ ചെയ്ത് ഒപ്പിക്കുമായിരിക്കും. പക്ഷെ ഇത്രയും ഹിന്ദി അറിയാത്തപ്പോ നമുക്ക് ആ പെർഫോം ചെയ്യാനുള്ള സാധ്യത പലപ്പോഴും കുറവാണ്. കാരണം നമുക്ക് ഇപ്പൊ എനിക്ക് 2-3 വർഷമായിട്ട് പറഞ്ഞു പണ്ടത്തേക്കാളും അറിയാം, കുറച്ചും കൂടെ അറിയാം ഒബ്വിയസ്ലി. പക്ഷെ എന്നാലും നമുക്ക് തീരെ അറിയാത്തപ്പോഴേ എന്തോ ആയിന്ന് വരുന്ന പോലെയാ നമ്മൾ. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ഞാൻ സമ്മതിച്ചു. അത് മൊത്തം മലയാളം മാത്രം അറിഞ്ഞാൽ അറിയണ്ട. പിന്നെ കനിയുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പം ഇപ്പൊ ഒരു ഫ്രണ്ട് സർക്കിള് ഉള്ള ഒരാളാണ്. ഇപ്പം തിരിച്ച് ക്യാനൊക്കെ വന്നു കഴിഞ്ഞപ്പം വലിയൊരു സെലിബ്രേഷന്റെ വീഡിയോസ് ഒക്കെ നമ്മള് ഒരു അതേതാണ് സ്ഥലം എന്ന് അറിയില്ല, ഷൂട്ടിന് ലൊക്കേഷനിൽ മുറിച്ചത്. അപ്പൊ എല്ലാരും കേക്ക് മുറിച്ചു. അത് തന്നല്ലോ കേക്ക്, അതുപോലെ ലൊക്കേഷൻ മുറിച്ചതാണ് കേക്ക്. അപ്പം ഈ ഒരു ഫ്രണ്ട് സർക്കിൾ ഇപ്പൊ നമ്മൾ എന്തായാലും അടുപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന ഇപ്പൊ ദിവ്യനെയും കനീനെയും കൂട്ടാണ്. അപ്പം ദിവ്യ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയോ? ദിവ്യ ഞാൻ ശരിക്കും ഒരു സീരിയലിൽ പോയിട്ടാണ് പരിചയപ്പെട്ടത്. ആദ്യം ദിവ്യ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നുള്ള ഒരു കുട്ടിയായിട്ട് ഞാൻ ഒരു കൂട്ടാവാൻ പോകുന്നില്ല. ഭയങ്കര ഞാൻ എന്താവോ എന്തോ സീരിയലിൽ ആദ്യമായിട്ടും അഭിനയിക്കാൻ പോയാവോ ഞാൻ ഇങ്ങനെ പേടിച്ചു വെച്ചാൽ എന്നെ കൊണ്ട് അന്ന് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഡയലോഗ് പെട്ടെന്ന് തൊട്ട് എഴുത്തരും. ഇതൊക്കെ പറയാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ പ്രോംപ്റ്റിങ് പറ്റത്തില്ല, ഞാൻ തന്നെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെ പറയും, അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പൊ ദിവ്യയെ കണ്ടു. ദിവ്യ ഇങ്ങനെ ഒരു ചെറിയൊരു വലിയ ചിരിയൊന്നും ഇല്ലാത്ത ഒരു ചിരിയൊക്കെ ചിരിച്ചപ്പോ ഞാൻ ഒക്കെ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് ദിവ്യയുടെ അമ്മ ആന്റിയുടെ അടുത്താണ് ഞാൻ പെട്ടെന്ന് കൂട്ടായത്. അപ്പോ ആന്റിയായിട്ട് കൂട്ടായതിനു ശേഷം അതുവഴിയാണ് ദിവ്യയായിട്ട് കൂട്ടായത്. അന്ന് കൂട്ടായപ്പോഴേ പിന്നെ ഞങ്ങൾ പിന്നെ നാടകം റോഷൻ ചെയ്ത് നാടകം ഇവിടെ തന്നെ വന്നിരുന്നു. അത് അപ്പം അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാൻ ബാക്കി. അപ്പൊ അതും ചെയ്തു. അങ്ങനെ കൂട്ട് എന്താന്ന് വെച്ചാൽ അഗെയിൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും എനിക്ക് അങ്ങനെ ഒരുപാട് സൗഹൃദ വലയുള്ള ആളല്ല കേട്ടോ. ഞാൻ ഫ്രണ്ട്ലി ആണ്, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എനിക്ക് ആര് വന്നാലും ഞാൻ അവരെ കംഫർട്ടബിൾ ആക്കുന്ന പോലത്തെ സ്വഭാവമായിരിക്കും ഉള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോ പോലും ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അടുത്തും കാണാൻ വഴിയില്ല. അവരും സോഷ്യൽ മീഡിയ അധികം ഉണ്ടാവത്തില്ല. എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സേ ഉള്ളൂ. അവർ രണ്ടുപേരും എന്റെ അടുത്ത്. അവരുടെ ഒരു ഫോട്ടോ നിങ്ങൾ കാണില്ല. അങ്ങനെ അത് പേഴ്സണൽ സ്പേസ് ആണ്. മാത്രമല്ല അങ്ങനെ ചിലപ്പോൾ അത് ഇടാൻ പോലും ഓർക്കില്ല. മനസ്സിലായി. ഫോട്ടോ ചിലപ്പോൾ പോലും ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് നമ്മുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ പോലും ഇല്ലേ. അത്ര അടുത്ത ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഇരിക്കുമ്പോ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ പോലും ഓർക്കില്ല. സത്യം. അങ്ങനെയാണ്. അപ്പൊ ദിവ്യൊക്കെ ആ സർക്കിളിലുള്ള എന്റെ ഏറ്റവും അടുത്തുള്ള ആളല്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട്. എന്ത് പറയാൻ പറ്റുന്നത്, ഇത് ഫ്രണ്ട് തന്നെയാണ്. പക്ഷെ ആ സർക്കിളിലുള്ള എപ്പോ വേണമെങ്കിൽ വിളിക്കാം, ഓരോ കാര്യം ഉണ്ടെങ്കിൽ പറയാം, അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങനെയുള്ളൊരു 3-4 പേരുള്ളതിലും ഉള്ള ഒരാളാണ് ദിവ്യ. പിന്നെ പിന്നെയുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് അവരെയും കംഫർട്ടായിട്ട് അങ്ങനെ പറ്റുന്ന പോലെ ഉള്ളൂ. അല്ലാതെ ഏറ്റവും അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഒന്നും ചിലപ്പോൾ
ഞാൻ പറയാ അറിയിച്ചു. മിണ്ടിട്ടില്ല ഇതുവരെ. ആ. അത് രണ്ടുപേരിൽ ഒരാളെ തന്നെ അവര് അതിൽ ഒരാൾ പറഞ്ഞു എല്ലാ തിരക്കും കഴിയുമ്പോ വേണമെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം വേണം ഒന്നും മിണ്ടിയത്. മറ്റേ ആളെ വിളിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞേ. ഇപ്പം ഈ കരിയറിൽ ഈ ഒരു സ്റ്റേജ് വന്ന് നിൽക്കുമ്പം തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പം ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു തിരിഞ്ഞു നോക്കൂ കൂട്ടി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിനെ പറ്റി പറയൂ. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള അത് ടേണിംഗ് പോയിന്റ്. ആ. ഓക്കെ. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് സംഭവിച്ച അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു എല്ലാവരുടെ ഒരു കരിയറിൽ അങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ, മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പം അതുവരെ ഫിലിം ഒരു അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ സിനിമനെ നോക്കി കാണുന്ന രീതി ഈ ഒരാളുടെ കൂടെ വർക്കിന് ശേഷം മാറിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്ക് വർക്കായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇല്ല. പക്ഷെ പഠിക്കാൻ ഞാൻ നമ്മളൊക്കെ തിയേറ്റർ പഠിച്ച ആൾക്കാരാണ്. പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്റെ ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ കീഴിൽ പഠിച്ചതാണ് എന്റെ ടേണിംഗ് പോയിന്റ് അഭിനയം എന്നുള്ള കാര്യത്തിൽ. അല്ലാണ്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടില്ല. അങ്ങനെ പറയാൻ ഇപ്പോ അനാമിക ഹക്സർ എന്ന് പറഞ്ഞിട്ട് എന്റെ തിയേറ്റർ ടീച്ചർ. അതുപോലെ പുറത്ത് പഠിച്ചൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ പൗള എന്ന് പറഞ്ഞിട്ട് ടീച്ചറാണ് ആ ടീച്ചർ. പിന്നെ കപില ഡാൻസർ ആക്ടർ കപിലയുടെ അച്ഛനുണ്ട്, വേണുജി എന്നാണ് കരളി, കപിലയുടെ അച്ഛൻ. പിന്നെ ആദിശക്തി. അങ്ങനെ തിയേറ്റർ ഈ അഭിനയം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നാടകമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സും ഈ പറഞ്ഞ 3-4 പേര്, ഇപ്പം ഞാൻ പറഞ്ഞ വേണുജി അല്ലെങ്കിൽ അനാമിക മാം, പൗള, പിന്നെ ആദിശക്തി, അങ്ങനെയൊക്കെയുള്ള അതാണ് എനിക്ക് ടേണിംഗ് പോയിന്റ്. അത് എന്റെ അഭിനയം എന്നാണല്ലോ എന്റെ ജേർണി, അല്ലാണ്ട് കരിയർ അങ്ങനെയല്ല ഞാൻ കാണുന്നത്. അപ്പം ഈ പഠിക്കുന്ന സ്ഥലത്താണ് എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മള് അഭിനയത്തിനെ പറ്റി വിചാരിക്കുകയോ അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ പോയി ചെയ്യുന്നു എന്നുള്ളത് അല്ലാത്തൊരു രീതിയിലും ചെയ്യാം എന്ന് നമ്മുടെ മനസ്സിനെ തുറന്ന് കാണിച്ചിട്ടുള്ളത് എനിക്ക് എപ്പോഴും എന്റെ ടീച്ചേഴ്സാണ്. ഇപ്പൊ അഭിലാഷ് പിള്ളൈ അല്ലെങ്കിൽ ഇപ്പൊ ദീപൻ ശിവരാമൻ, ഇങ്ങനെയൊക്കെ നാടകത്തിലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ഇതുണ്ട്. ഒരിക്കലും ഈ വർക്ക് ഇവരോട് ചെയ്തപ്പം അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. പഠിക്കാനായിട്ട് പോയപ്പോഴാണ് എപ്പോഴും ടേണിംഗ് പോയിന്റ് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഈ ലേണിംഗ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിൽ എത്രമാത്രം ഈ ലേണിംഗ് ഉദ്ദേശിക്കണേ ഇപ്പം ഒരു സാധനം പഠിക്കുക അങ്ങനെ മാത്രമല്ല, എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഈ ലേണിംഗ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല എനിക്ക്. അതിപ്പം ഇതൊന്നും ചെയ്യുമല്ലോ, എന്ത് ചെയ്യുവാണെങ്കിലും ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വയസ്സാവും തോറും ഉള്ളപ്പോഴും എപ്പോഴും പഠിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ നല്ലപോലെ ഇരിക്കാനാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഒരു പുതിയ കാര്യം പഠിക്കണം എന്നല്ല, പക്ഷെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് പുതിയ പഠിക്കുകയും അത് കുറെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയും. ഇപ്പൊ ഞാൻ കുറച്ച് അവധി കിട്ടിയപ്പോൾ ഞാൻ പോട്ടറി പഠിക്കാൻ പറ്റും. എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്, എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് പഠിച്ചിട്ട് അത് ചെയ്യാൻ നോക്കുക, അങ്ങനെയൊക്കെ അതെപ്പോഴും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇനിയും പുതിയ പുതിയ സിനിമകളും പുതിയ പുതിയ ക്യാരക്ടേഴ്സും ഇതേപോലെ ഇവിടെ വന്ന് ചമ്പരം പണിഞ്ഞിരിക്കാനൊക്കെ ഞങ്ങൾ ക്ഷണിക്കുമ്പോ വരണം, മനസ്സിലായോ? അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.